എനിക്ക് തോന്നുന്നു ഒരു ഗുജറാത്ത് കലാപം ഉണ്ടാക്കാൻ അവർ ഉപയോഗിച്ച പണത്തേക്കാൾ കൂടുതൽ ഇന്ന് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഫാസിസ്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതുപോലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റുകൾ പോലും നാളെ ഇത് ആരുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആകും എന്നുള്ളത് നാം സംശയിക്കണം. ഞാൻ എല്ലാ കാര്യത്തെയും കുറച്ച് സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരാളാണ്. ജയ്പൂർ പോലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ആളുകൾ അവരുടെ രാഷ്ട്രീയം സംസാരിക്കാനുള്ള പ്രത്യേക വേദികൾ അവർക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നുള്ളത് നാം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയം, സാംസ്കാരിക ദേശീയത ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളമായി വരുന്നുണ്ട്. അവർ മുമ്പ് അവരിറക്കിയിരുന്ന പുസ്തകങ്ങളെക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ അവരുടെ വെള്ളപൂശാനായിട്ട് അവരിറക്കുന്നു. ഇപ്പോൾ ഗാന്ധിയുടെ ടെർമിനോളജികൾ തന്നെ ഇപ്പോൾ ഹാരിസ് ജെയിംസിനെ പോലുള്ള ആളുകളുടെ ഒരു സോഷ്യൽ സ്റ്റഡിയിൽ പറയുന്നത് ഗോൾവാൾക്കർ ഗാന്ധി വധത്തിന് ശേഷവും ഗാന്ധിയുടെ ലെഗസി ഇവരുടെ പ്രത്യയശാസ്ത്ര വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഖുശ്വന്ത് സിംഗുമായിട്ടുള്ള അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രധാന പ്രയോഗം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഹിന്ദുവാണ് ഗാന്ധി എന്നാണ്. ഗാന്ധിയെ കൊല്ലാൻ ഉപയോഗിച്ച പ്രത്യയശാസ്ത്രം ഹൃദയത്തിൽ പേറി നടക്കുന്ന ആളുകൾ തന്നെ ഗാന്ധിയുടെ ലെഗസിയെ അവരുടെ പ്രത്യയശാസ്ത്ര വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സാംസ്കാരിക ദേശീയത ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന ഒരു പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്.